ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാനിടയാക്കിയ ദൈവകൃപയ്ക്കായി ആയിരമായിരം സ്തുതിസ്തോത്രങ്ങൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളട്ടെ. വളരെ വളരെ നാളുകൾക്ക് ശേഷമാണ് ലോങ് ഐലൻഡ് രോഗിയുമായി ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അത് ഏവരെയും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതും വളരെ സത്യമാണ്. ആ പശ്ചാത്തലത്തിൽ നാം കൂടി വന്നിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ദൂത് തന്നി തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കണമെന്നേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് 73-ാം സങ്കീർത്തനമാണ്. അത് ഒരുപാട് വാക്യങ്ങളുള്ളതുകൊണ്ട് അത് മുഴുവനും വായിക്കുന്നില്ല. എന്നാൽ 2 വാക്യങ്ങൾ പ്രത്യേകമായി വായിച്ചുകൊള്ളട്ടെ. 73-ാം സങ്കീർത്തനം 23-ഉം 24-ഉം വാക്യങ്ങൾ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് എന്നെ മഹത്വപ്പെടുത്തുന്നു. ലോകത്തിന്റെ 2 ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും മുഖാന്തരങ്ങളെ അവിടുന്ന് ഒരുക്കുന്നുവല്ലോ. കർത്താവെ, തുറന്ന മനസ്സോടെ നിന്റെ വചനത്തിന് മുൻപിൽ ഞങ്ങൾ ഇരിക്കുന്നു. നിന്റെ വചനത്തിലെ മറിഞ്ഞിടക്കുന്ന സത്യങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമായ വിധത്തിൽ നീ തന്നെ വിഭാഗിച്ചു തരണമേ എന്ന് ഞാൻ അതിനോട് അപേക്ഷിക്കുന്നു. വചനം നിന്റേതാകുന്നു, അടിയങ്ങളും നിന്റേതാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യത്തെ ഞങ്ങളെക്കാൾ അധികം അറിയുന്നവനെ അനുസരിച്ച് ഉണ്ടാകണമേ. നിന്റെ വലിയ പ്രവർത്തനം അനുഭവിച്ചറിയുവാനിടയാക്കി തീർക്കണമേ. മാനവും മഹത്വവും കർത്താവെ നിനക്ക് ആകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയുണ്ടായി കേൾക്കണമേ. ആമേൻ. 73-ാം സങ്കീർത്തനം ഭക്തനായ ആസഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആസഫിനെ ഭക്തനായി ചിത്രീകരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ ഭൂമിയിൽ യെരുശലേം ദേവാലയത്തിൽ ദൈവത്തെ സദാ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുടെ നേതാവാണ്, കൊയർ മാസ്റ്റർ. വായു തുറന്നാൽ ഹല്ലേലൂയ സ്തോത്രം, എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴിയവനാണ്, ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ചവനാണ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ യാതൊരു പാപവും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എൻ്റെ വിചാരം ഒരു മനുഷ്യനും അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഒരുപക്ഷെ വായു കൊണ്ട് പാപം ചെയ്തിട്ടില്ലെന്നും കൈകൾ കൊണ്ട് പാപം ചെയ്തിട്ടില്ലെന്നും ഒരുപക്ഷെ നമുക്ക് അഭിമാനിക്കാമായിരിക്കാം, അവകാശപ്പെടാൻ സാധിക്കുമായിരിക്കാം. എന്നാൽ ഹൃദയം കൊണ്ട് പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് അറിഞ്ഞു. നമ്മളൊക്കെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിൽ തോന്നിയത് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ചതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് പറയുവാൻ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ആർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആസഫ് പറയുന്നു, ഞാൻ എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴിയത്, ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ചത് വ്യക്തമായി. വേറെ അർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വേറെ വാക്കുകൾ പറഞ്ഞാൽ പൂർണ്ണസമയ സുവിശേഷ വേൽക്കാരാണ് അദ്ദേഹം. വായു തുറക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. വായു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ യാതൊരു പാപവും ചെയ്യാത്തവനാണ്, ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാത്തവനാണ്. എന്നാൽ ഈ ഭക്തരായ മനുഷ്യൻ 15-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ സംസാരിക്കുവാൻ മുതിർന്നിരുന്നുവെങ്കിൽ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. ന്യായമായ ഒരു നിലവിളിയാണത്.
ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ? ഞാൻ പൂർണ്ണസമയം നിന്റെ വേല ചെയ്തവനാണ്, നിനക്ക് വേണ്ടി ജീവിച്ചവനാണ്, ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്നാൽ എനിക്ക് ദിനംതോറും ഞാൻ ബാധിതനായി തീർന്നിരിക്കുന്നു, ഉഷസ് തോറും ഞാൻ ഖണ്ഡിക്കപ്പെടുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അദ്ദേഹത്തിന് പ്രഷറാണ് രോഗം. കാരണം അന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം അറിഞ്ഞുകൂടാ, വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്കറിയാം അത് പ്രഷറാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗിഡിനെസ് ഉണ്ടാകുമല്ലോ പ്രഷറുകാർക്ക്. അപ്പൊ ഉഷസ് തോറും ഞാൻ ഖണ്ഡിക്കപ്പെടുന്നു, പിന്നെ ഇല്ലാത്ത രോഗമില്ല. പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് തുടങ്ങി എല്ലാവരും. അപ്പൊ അറിയാതെ ചോദിക്കുകയാണ്, എനിക്കെന്താണ് ഇങ്ങനെ? അത് മാത്രമല്ല, ഞാനിപ്പോഴും ദരിദ്രനാണ്, എനിക്കൊരു നല്ല വീട് പോലും വെക്കാൻ ഒത്തില്ലല്ലോ. അത് മാത്രമല്ല പ്രശ്നം, ദൈവത്തെ തള്ളിപ്പറയുന്നവനും ദൈവജനത്തെ അവഹേളിക്കുന്നവനും കള്ളു പറയുന്നവനും എല്ലാം അഹങ്കാരിയായി തീർന്നിരിക്കുന്നു. അവൻ തടിച്ചുരുണ്ടിരിക്കുന്നു, അവന് യാതൊരു അസുഖമില്ല, അവൻ സമ്പന്നനാണ്, അവന്റെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തിയിരിക്കുന്നു. ഇതാ ദൈവത്തോടുള്ള ചോദ്യം. പിന്നെ എന്താ ദൈവമേ, പൂർണ്ണസമയം നിനക്ക് വേണ്ടി ജീവിച്ചിട്ട്, ഹൃദയം നിർമ്മലതയിൽ സൂക്ഷിച്ചിട്ട്, കൈകൾ ശുദ്ധമായി സൂക്ഷിച്ചിട്ട് എനിക്കെന്താ ഇങ്ങനെ വന്നുപോയത്? വലിയ ചോദ്യമാണ്. ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഉയർത്തുന്നുണ്ട്. എന്താണ് ഇങ്ങനെ? ഇതാ ദുഷ്ടൻ തടിച്ചുരുണ്ടിരിക്കുന്നു, എന്നാൽ കർത്താവേ, നീതിമാനായി ഞാൻ ജീവിച്ചിട്ട് എനിക്കെന്താ ഇങ്ങനെ വന്നു? വലിയ പ്രസക്തമായ ചോദ്യമാണ്. ഒരുപക്ഷെ നാം ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ COVID-19 അതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നാം ഇത് ചോദിക്കുന്നുണ്ടാകാം. ദൈവമേ, എന്നും നിന്നെ ആരാധിക്കാൻ ദേവാലയത്തിൽ പോയിട്ട് നിനക്ക് ഹിതകരമല്ലാത്ത വിധത്തിലൊന്നും പ്രവർത്തിക്കാതിരുന്നിട്ടും എന്താണ് ഈ സമൂഹത്തിനെ പറ്റിയത്? എന്താണ് ഞങ്ങൾക്ക് ദൈവത്തെ ഒന്ന് ഹൃദയം തുറന്ന് ഒരുമിച്ച് ആരാധിക്കാൻ പോലും അവസരം കിട്ടാതെ പോകുന്നതല്ല? ഞങ്ങൾക്ക് ഇങ്ങനെ അതാത് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊരു കൂട്ടായ്മ ലഭിക്കുന്നു എന്നുള്ള സന്തോഷകരമാണെങ്കിൽ അത് മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളല്ലോ. എത്ര ആളുകളാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇതെന്താണ്? എന്നാൽ നിന്നെ തള്ളിപ്പറയുന്നവരും നിന്നെ സ്നേഹിക്കാത്തവരും ഒക്കെ ആളുകൾ സുഖമായിട്ട് ജീവിക്കും, ഒരു പ്രശ്നമാവില്ല. നമുക്കെല്ലാവർക്കും ക്രൈസിസ് ഇല്ലാത്ത ജീവിതത്തെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും സ്വപ്നം. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ, എപ്പോഴും സന്തോഷം, സമാധാനം, അല്ലേ? അതായിരിക്കും ആരോഗ്യം ഒക്കെ ഉണ്ടാകും. ഇത് പലപ്പോഴും നമ്മുടെ ഒരു സ്വപ്നമാണ്, എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമേ അല്ല. ജീവിതം സുഖവും ദുഃഖവും സമ്മിശ്രമാണ്. സുഖം മാത്രമുള്ളൊരു ജീവിതവുമില്ല, ദുഃഖം മാത്രമുള്ള ജീവിതമില്ല. അങ്ങനെ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഒരു മൂഢസ്വർഗത്തിലാണ്. സുഖം മാത്രമുള്ള ജീവിത ലോകത്തിൽ എവിടെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ദുഃഖം മാത്രമുള്ള ജീവിത ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇത് എപ്പോഴും സമ്മിശ്രമാണ്. എന്നാൽ ഇവയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ആസഫിനെ പോലെ ചോദ്യം ചോദിച്ചുകൊണ്ട് നിരാശരായിരിക്കേണ്ടവരല്ല. അദ്ദേഹം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് സംശയം, എന്തിനാ ഇദ്ദേഹത്തെ ഭക്തനെന്നൊക്കെ പറയുക എന്നുള്ളത്. അതിന്റെ രഹസ്യം, അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നു എങ്കിൽ പോലും ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് ഇവയ്ക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത. അദ്ദേഹം ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തോട് ചോദിക്കുന്നു, എന്തേ ദൈവമേ ഇത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ ഉത്തരം നൽകാൻ സാധിക്കുമോ? ദുഷ്ടൻ തടിച്ചുരുളുന്നു, ഉരുണ്ടിരിക്കുന്നു, അവന് കഷ്ടതയില്ല, അവൻ സുഖമായിട്ട് ജീവിക്കുന്നു. നിന്നെ വിളിക്കുകയും നിന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന എനിക്ക് കഷ്ടത. എന്താണ് കർത്താവ് ഇത്? എനിക്ക് ദാരിദ്ര്യം, എനിക്ക് രോഗം, അല്ലേ? എന്താ ദൈവമേ ഇതിന് മറുപടി? ഇതാണ് ചോദ്യം. ഈ ചോദ്യവുമായിട്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നത്. അപ്പം ഇതാണ് ഈ ഇന്നത്തെ പ്രസംഗത്തിന്റെ പശ്ചാത്തലം. ഇതാണ് ഈ 73-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന്, ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തോട് തന്നെ ചോദിക്കുന്നു, ഇവയ്ക്ക് മറുപടി എന്താണ്?
എന്താണ് ഈ ദുഷ്ടന്റെ അന്ത്യം? എന്താണ് ഈ ഗതി? എന്താണ് ഇവയ്ക്ക് മറുപടി? എന്നാൽ നല്ല രസകരമായി അവസാന ഭാഗത്ത് ഇന്ന് വായിച്ച വേദഭാഗം എടുക്കുമ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും തമ്പുരാൻ കൊടുക്കുന്നില്ല. അത് ഭയങ്കര രസമാണ്. ചോദിച്ച ചോദ്യം ഇതാണെന്ന് നമുക്കറിയാം. എന്താണ് ദുഷ്ടൻ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്, എന്നാൽ നീതിമാന് കഷ്ടതയും വേദനയും? എന്താണ് കർത്താവിലേക്ക് മറുപടി? ഇത് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് കൃത്യമായി മറുപടി കൊടുക്കുന്നില്ല. ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ കർത്താവ് വളരെ വ്യത്യസ്തമായ ചില മറുപടിയാണ് കൊടുക്കുന്നത്. കർത്താവ് കൊടുക്കുന്ന മറുപടിക്ക് ഒരു തലക്കെട്ട് കൊടുത്താൽ God is giving him some divine assurances. He's giving him some assurances. The divine assurances, that is the topic of my sermon. അപ്പൊ ഡിവൈൻ അഷ്വറൻസസ് ആണ് കൊടുക്കുന്നത്. ചോദിച്ച ചോദ്യം ഒന്ന്, കിട്ടുന്ന മറുപടി വ്യത്യസ്തം. ആ മറുപടി ഇതാണ്. ഒന്ന്, എപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ആദ്യത്തെ അഷ്വറൻസ് ഇതാണ്, അഷ്വറൻസ് ഓഫ് ഡിവൈൻ പ്രസൻസ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ കുഞ്ഞെ. നിന്റെ കണ്ണുനീരും നിന്റെ വ്യഥയും നിന്റെ ഏകാന്തതയും നിന്റെ ദാരിദ്ര്യവും നിന്റെ രോഗവും എനിക്ക് നന്നായിട്ടറിയാം. അല്ലെ, നിന്റെ മനസ്സിലുള്ള വ്യഥയും എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പൂർണ്ണമായി കർത്താവെ നിനക്കായി സമർപ്പിച്ചിട്ടും നിന്നെ എന്റെ ജീവിതത്തിൽ ക്ഷണിച്ചിട്ടും എന്തേ എനിക്ക് വേദന, എന്തേ എനിക്ക് കഷ്ടത? ഇതാണ് ചോദ്യം. പക്ഷെ കർത്താവ് കൊടുക്കുന്ന മറുപടി, മൈ സൺ, മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്. മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്. ദി അഷ്വറൻസ് ഓഫ് ഡിവൈൻ പ്രസൻസ്. അല്ലേ? സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നില്ലേ, കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ജീവിതത്തിന്റെ കൂരിരുൾ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ വാഗ്ദാനമാണ് കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. കർത്താവിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യമാണ് കൂരിരുളിനെ വെളിച്ചമാക്കി തീർക്കുന്നത്. കൂരിരുളിന്റെ നടുവിലും സ്തോത്രം പറയുവാൻ സാധ്യമാക്കി തീർക്കുന്നതിന്റെ രഹസ്യം ഈ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. പലപ്പോഴും ആ ഉറപ്പ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിനും പിറുപിറുക്കുന്നതിനിടയായിത്തീരുന്നത്. ഈ ജീവിതം അനുഗ്രഹീതമായി തീരുന്നത് ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ലഭിക്കുമ്പോഴാണ്. കർത്താവിനോടുകൂടെ വസിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടാകില്ലെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടതയില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് സ്വപ്നമെങ്കിൽ കർത്താവിനോട് കൂടി ജീവിക്കുന്നവർക്ക് കഷ്ടതയുണ്ടാകില്ലെന്നും ക്രൈസിസ് അഭിമുഖീകരിക്കേണ്ടി വരികയില്ലെന്നും കർത്താവ് പറഞ്ഞു. എന്നാൽ ഏത് ക്രൈസിസ് അനുഭവിക്കുമ്പോഴും കർത്താവ് കൂടെയുണ്ടെന്നും കർത്താവിനോട് കൂടെ അഭിമുഖീകരിപ്പാനും അതിജീവിപ്പാനും സാധിക്കുമെന്നുള്ളതിന്റെ ഉറപ്പാണ് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭ്യമായി തന്നിരിക്കുന്നത്. നമ്മുടെ കാനാവിന്റെ കല്യാണ ഭവനത്തിൽ യേശു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്. യേശു എങ്ങനെയാണ് ആ ഭവനത്തിൽ ഉണ്ടായത്? യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. കർത്താവ് എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് അതൊന്ന് വിശകലനം ചെയ്താൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. കാരണം God is omnipresent. Omnipresence of God എന്ന് പറഞ്ഞാൽ the presence of God is available everywhere. He is inside, at the same time he is outside. അകത്തും പുറത്തും ഒരുപോലെയുള്ള കർത്താവിനോട് അകത്ത് കയറാൻ പറയേണ്ട വല്ല ആവശ്യമുണ്ട്? കർത്താവിന്റെ സാന്നിധ്യം അകത്തോണ്ട് പുറത്തോണ്ട്. പിന്നെന്താ?
അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രസൻസ് അവിടെ ഉണ്ടായത്. ആ പ്രസൻസ് അവർക്ക് റിയാലിറ്റി ആയി തീർന്നത് കൊണ്ടാണ്. അപ്പം ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് അവർ വില്ലിംഗ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ അതർ പേഴ്സൺ. ഇപ്പൊ കല്യാണം, അതിന്റെ കല്യാണം എന്ന് വിചാരിച്ചോ, നമ്മൾ കല്യാണക്കുറി കൊടുത്തതിന് ശേഷം ചിലപ്പോൾ പറയും, നിങ്ങൾ വരുന്ന കല്യാണം ഇന്ന സമയത്താണല്ലോ, അല്ലെങ്കിൽ ഫോൺ കൂടെ വിളിച്ചു, കല്യാണം ഇന്ന സമയത്താണ് വരണേ. അപ്പം വി ആർ എക്സ്പ്രസിങ് അവർ വില്ലിംഗ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് പേഴ്സൺ. അതാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് പൊട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്ന് അകത്ത് കിടന്നാൽ അതിന് അകത്തോട്ട് ക്ഷണിച്ചാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നമ്മള് ആ സാന്നിധ്യം, അകത്തും പുറത്തുമുള്ള ആ സാന്നിധ്യം നമുക്ക് യാഥാർത്ഥ്യമായി തീരണമെന്ന് നാം എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇൻ ദാറ്റ് സെൻസ്, ഹാവ് യു എവർ എക്സ്പ്രസ് യുവർ വില്ലിംഗ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം യാഥാർത്ഥ്യമായി തീരണമെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നാം എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും ആ സാന്നിധ്യം നമുക്കൊരു യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തം. ഞാൻ കൊട്ടാരക്കരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ന്യൂയോർക്ക് ലോങ് ഐലൻഡിൽ ഇരുന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ യാഥാർത്ഥ്യമായി തീരണം യേശു കർത്താവിന്റെ സാന്നിധ്യം. For which you have to invite him. You have to express your willingness to have the presence of the Lord Jesus Christ. ആ അർത്ഥത്തിൽ യേശു കർത്താവിന്റെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീർന്നിട്ടുണ്ടോ? അതിനെയാണ് ചിലർക്ക് ചോദിക്കില്ലേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചതാണോ? ചിലർക്ക് വാക്ക് കേൾക്കുന്നത് ഭയങ്കര അലർജിയാണ്, ചിലർക്ക് വാക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കമില്ല. നമ്മൾ പലപ്പോഴും പുച്ഛത്തോടെ ചോദിക്കാം, അവനൊക്കെ ബോണഗെയിനാണ്. ഏത് മാമോസം ഇങ്ങനെയും ബോണഗെയിനാണ്. പക്ഷെ പലപ്പോഴും നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥം അത്രേ ഉള്ളൂ. ഈ വീണ്ടും ജന്മം പ്രാപിച്ചാണോ, നീ രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെ ചോദിച്ചാലും അതിന്റെ അർത്ഥം, യേശു നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? അത് എപ്പോഴെങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിലവിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. നമ്മൾ അങ്ങനെ ദൈവസന്നിധിയിൽ പറഞ്ഞു, യേശുവേ എനിക്ക് വേണം, യേശുവേ നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം, യേശുവേ നീ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഭവനത്തിൽ എൻ്റെ കൂടെ വേണം. ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്പോഴാണ് ഓംനി പ്രസന്റായ ദൈവം നമുക്ക് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. അതാണ് കർത്താവ് ഹിസ് അഷ്വേർഡ് ഹിസ് പ്രസൻസ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടാകും. ആ സാന്നിധ്യം നമുക്കൊരു യാഥാർത്ഥ്യമായി തീർത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കാണ്. ബോള് നമ്മുടെ കോർട്ടില്ല. അതിന് കർത്താവിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ നെടുവീർപ്പിടുമ്പോൾ നമ്മൾ ഏകാന്തരല്ലെന്നും എൻ്റെ തമ്പുരാൻ എന്നോട് കൂടെയുണ്ടെന്നുമുള്ള ഉറപ്പ് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ചുമതലയാണ്. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാക്കി തീർത്തിട്ടുണ്ട്. നമ്മുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ ഭവനവാഴ്വിന്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. വീട് കൂതാശ വളരെ ലളിതമായ, വളരെ ഷോർട്ടായ സർവീസാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സർവീസ്, വെരി മീനിങ്ഫുൾ സർവീസ്. അതിന്റെ മുഴുവനും, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രാർത്ഥനകളും പാട്ടും ഒക്കെ സക്കായുടെ വീട്ടിൽ എഴുന്നല്ലേ കർത്താവ് എൻ്റെ വീട്ടിലും വരണമേ എന്നാണ്. അതിനൊക്കെ നമ്മള് ആമേൻ ആമേൻ എന്ന് പറയും. ഏവൻഗേലിയം വായിക്കുന്ന അതാണ്. പിന്നെ പ്രധാന കുറുമ്പടിമേൽ പട്ടക്കാരൻ കുരിശ് വരച്ച് ഇങ്ങനെ പറയും, ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീപാഠ അടയാളത്തിൽ മുദ്രവത്തപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത് ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരുമാറാകട്ടെ. പിന്നെ വിശ്വാസ പ്രമാണവും പ്രാർത്ഥനയും ആശീർവാദം കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ അച്ഛന്മാരെയും മെത്രാന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ യാത്ര അയക്കാനുള്ള ഒരു തിരക്കാണ്. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു ഞങ്ങളോട് സ്നേഹം കൊണ്ടാ പെട്ടെന്ന് യാത്ര അയക്കുന്നതെന്നാണ്. പിന്നെയാണ് മനസ്സിലാക്കിയത്
ഇനിയാണ് യഥാർത്ഥമായ കൂദാശ നടക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖം കാണുമ്പോഴേ എനിക്കറിയാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ജീവിതം. കാരണം ഒരു പട്ടക്കാരന്റെ സാന്നിധ്യത്തിൽ ചെയ്യുവാൻ ധൈര്യപ്പെടാത്തത് ആരുടെ സാന്നിധ്യത്തിൽ ചെയ്യുക? തമ്പുരാന്റെ സാന്നിധ്യത്തിൽ. തമ്പുരാനോട് പറഞ്ഞു, നിന്റെ വീടാണ്, നീയാണ് ഇവിടെ വസിക്കുന്നത്, നീയാണ് ഇതിന്റെ നായകൻ. ഇതൊക്കെ പറഞ്ഞ് തമ്പുരാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചതിന് ശേഷം ഒരു പട്ടക്കാരന്റെ സാന്നിധ്യത്തിൽ ചെയ്യുവാൻ ധൈര്യപ്പെടാത്തത് ചെയ്യുന്നു. ദൈവ സാന്നിധ്യം. അപ്പൊ ദൈവ സാന്നിധ്യം നമുക്കൊരു യാഥാർത്ഥ്യമാണോ? അല്ല. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മുടെ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഈ സാന്നിധ്യം ശക്തമാണ്. The presence of the Lord Jesus Christ is the reality. അപ്പം ഇദ്ദേഹം പല ചോദ്യം ചോദിച്ചു. കർത്താവിനോട് ഇങ്ങനെ നെടുവീർപ്പിടുകയാണ്. കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് gave him the assurance of his presence. My son, my presence will be with you always. അത് എന്തൊരു ധൈര്യം തരുന്ന ഒന്നാണ്. I'm not alone. അല്ല, ഏത് കോവിഡ് വന്നോട്ടെ അവയെ അഭിമുഖീകരിപ്പാൻ തക്കൊണ്ട് ഞാൻ സജ്ജനാണ്. ബിക്കോസ് മൈ ലോർഡ് ഈസ് വിത്ത് മീ. ഞാൻ ധൈര്യം പ്രാപിച്ചിരിക്കും. അതിന് ശക്തനാണ്. ആ ധൈര്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരണം. ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ കൊട്ടാരക്കരയിലിരുന്ന് സംസാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ലോങ് ഐലൻഡിലിരുന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ, അതിനേക്കാൾ യാഥാർത്ഥ്യമായി തീരണം യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ് ആൻഡ് വി ഹാവ് ടു അവൈൽ ദാറ്റ്. നമ്മുടെ ഇതാക്കണം. അല്ലാതെ ഇരുന്നാൽ വെറുതെ ഒരു ഐഡിയ മാത്രമായിട്ട് തീരും. യേശു നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീർന്നേ മതിയാവൂ. അതിനെ അവനെ ക്ഷണിക്കണം. രണ്ടാമത്തെ പ്രോമിസ്, അഷ്വറൻസ് ഇതാണ്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദി അഷ്വറൻസ് ഓഫ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഒരു വാൾ ഹാങ്ങർ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഫുഡ് സ്റ്റെപ്സ് എന്ന പേരിൽ. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ പോയാൽ, ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇതുവരെ അത് വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിച്ചുകൊണ്ടിരുന്നു. അതൊരു 2 മിനിറ്റ് മതി വായിച്ചു തീർക്കാൻ. അതിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ്. ഒരു ഭക്തനായ മനുഷ്യന് സ്വപ്നം കാണും. സ്വപ്നം ഇതാണ്, അദ്ദേഹം ഒരു കടൽക്കരയിലൂടെ യാത്ര ചെയ്യാണ്. അപ്പം നമുക്ക് ആ പടത്തിൽ കാണുന്നത് കാൽപ്പാടുകളാണ്. 4 കാൽപ്പാദം കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കാൽപ്പാതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും 4 കാൽപ്പാദം. പെട്ടെന്ന് അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്ത്, അദ്ദേഹവും യേശു കർത്താവും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ് ആദ്യത്തെ 4 കാൽപ്പാദം. കുറച്ച് കഴിഞ്ഞപ്പോ 2 കാൽപ്പാദം, കുറച്ച് കഴിഞ്ഞപ്പോ 4 കാൽപ്പാദം. അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നു, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ സുഖവേളയിൽ കർത്താവ് കൂടെ അല്ലെ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അത് 4 കാൽപ്പാദം. ഏറ്റവും കണ്ണുനീർ താഴ്വരയുടെ അനുഭവത്തിലൂടെ നടന്നപ്പോ 2 കാൽപ്പാദം. ആ കഷ്ടതയും വേദനയും ദുഃഖവും ഒക്കെ മാറിയപ്പോ വീണ്ടും 2 കാൽപ്പാദം, 4 കാൽപ്പാദം. അദ്ദേഹം പരിതപിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, എന്റെ കർത്താവ്, ഈ പണി മോശമായിപ്പോയി, ഇതെന്താ ഇങ്ങനെ? എന്റെ സുഖവേളയിൽ നീ എന്നോട് കൂടെ സഹയാത്രികനായിരുന്നു. എന്നാൽ ഞാൻ കോവിഡിനെ അഭിമുഖീകരിച്ചപ്പോൾ, ഞാൻ കണ്ണുനീർ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചപ്പോൾ, ശത്രുഭീതി ഉണ്ടായിരുന്നപ്പോൾ, എന്തേ ദൈവമേ ഇങ്ങനെ? എന്നെ കൈവിട്ടത് എന്താണ്? എന്നെ കൈവിട്ടു പോയത് എന്ത്? എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ നീ വീണ്ടും കൂടെ പോകും. അത് മോശമായിപ്പോയി. അപ്പോ കർത്താവിനോട് മറുപടി പറഞ്ഞു, മൈ സൺ, those 2 footprints are mine, not yours. Then you were in my hands. കുഞ്ഞെ, ഈ സുഖമായ ആ 4 കാൽപ്പാദം ഉണ്ടായിരുന്നു, എന്റേതാണ്. ആ 2 കാൽപ്പാദം ഉണ്ടല്ലോ,
അത് എന്റേതാണ്, നിന്റേതല്ല. നീ കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ, നീ കോവിഡ് പ്രശ്നങ്ങളെ അഭിമുഖിച്ചുകൊണ്ടിരുന്നപ്പോൾ, നീ ദരിദ്രനായിരുന്നപ്പോൾ, നീ ശാരീരികമായി പീഡ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ, ശത്രുക്കൾ നിന്റെ നേരെ വിരൽ ചൂണ്ടി നിന്നെ അവഹേളിച്ചപ്പോൾ, കർത്താവ് പറയാണ്, എൻ്റെ കുഞ്ഞെ, നീ എൻ്റെ കരങ്ങളിലായിരുന്നു, നീ എൻ്റെ കരങ്ങളിലായിരുന്നു. ആ കാൽപാദം എന്റേതാണ്. നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ നിരത്തി വെച്ചു. അഷ്വറൻസ് ഓഫ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഇത് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞ. ആരോടാണ്? ആസഫിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നീ ഇന്നിപ്പോൾ വിശ്വസം തോറും ജനിക്കപ്പെടുകയല്ലേ, നിരന്തോറും ബാധിതനായി തീർന്നിരിക്കുന്നില്ലേ, അല്ലേ? നീ ദരിദ്രനായിട്ട് തീർന്നിരിക്കുന്നില്ലേ? നിനക്കൊരു നല്ല വീട് പോലും പണിയാൻ സാധിക്കാതെ പോകുന്ന ഒരു അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയല്ലേ? എൻ്റെ കുഞ്ഞെ, നീ എൻ്റെ കരങ്ങളിലാണല്ലോടാ. നീ അത്രമാത്രം ഞാൻ സുരക്ഷിതനാണ്, അത്രമാത്രം സുരക്ഷിതനാണ്. നീ എൻ്റെ കരങ്ങളിലാണല്ലോ. ഇനി എന്തേ നീ ഭയപ്പെടണം? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നീ എന്തിനാണ് പെറുപെറുക്കുന്നത്? അല്ല, ഇത് എന്തൊരു വലിയ ശക്തമാണ്. എത്ര ശക്തിയാണ് നമുക്ക് നൽകുന്നതാണ്. നമ്മള് തമ്പുരാന്റെ കരങ്ങളിൽ സുരക്ഷിതരാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്ക് നമുക്ക് ഇതിനെ നിൽക്കാനായിട്ട് സാധിക്കില്ല. ശത്രു മുഴുവൻ വന്നാലും തൊടാനൊക്കത്തില്ല. അത് പഴയ നിയമം വായിക്കുന്ന അവസരത്തിൽ പല യുദ്ധത്തിന്റെ സമയങ്ങളിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിവരിക്കാൻ സമയം. You are in my hands. The Lord has assured divine protection. കർത്താവ്, ഞാൻ കാത്തോടാ, നിനക്ക് ചുറ്റും മാലാഖമാരുടെ കാവലുണ്ടല്ലോ. നീ എന്തിനാണ് വേദനിക്കുന്നത്? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? എന്തൊരു ധൈര്യം നൽകുന്ന വാഗ്ദാനമാണിത്. എന്തൊരു ധൈര്യം നൽകുന്ന വാഗ്ദാനമാണിത്. വീണ്ടും താഴോട്ട് വരുമ്പോൾ അടുത്ത അഷ്വറൻസ്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ദ അഷ്വറൻസ് ഓഫ് ഡിവൈൻ ഗൈഡൻസ്. അഷ്വറൻസ് ഓഫ് ഡിവൈൻ ഗൈഡൻസ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്, അല്ലേ? ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു ക്രോസ് റോഡ്സിലാണ്. വഴി അറിഞ്ഞുകൂടാ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മള് വഴിതെറ്റിയാലോ എവിടെ പോയി അവസാനിക്കും നമുക്ക് അറിഞ്ഞൂടാ, അല്ലെ? എവിടെയെങ്കിലും പോയി അവസാനിക്കും. അപ്പം തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവഹിതപ്രകാരമുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മളെ എല്ലാവരെ കുറിച്ചും ദൈവത്തിന് വളരെ കൃത്യമായ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. God has got a general purpose. At the same time, God has got a specific purpose. നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും വളരെ കൃത്യമായ ഉദ്ദേശം ദൈവത്തിനുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഇഷ്ടം ദൈവത്തെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് നാം ശ്രമിക്കാറുള്ളത്. നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കും. അതല്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇഷ്ടം എന്തായാലും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം വിവേചിച്ച് അതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. You must be in the right place. Then only you can do the best for the Lord. You cannot do the best for the Lord until and unless you decide to be in the right place. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നല്ലത് ഏറ്റവും ബെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചും അങ്ങനെയാണ്, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അവരുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഇപ്പൊ ചിലരൊക്കെ സാക്ഷിയോഗം പറയുന്നത് കേട്ടിട്ടുണ്ട്. യാഗത്തിൽ പറയുന്നത്, എനിക്ക് 2 പെൺപിള്ളാരായിരുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരാണിനെ വേണം, എനിക്കൊരാണിനെ വേണം. ദൈവം കൊടുത്തിരിക്കുന്നു. ആ കൊച്ചു വളർന്നപ്പോ തലതിരിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ വേണ്ടായിരുന്നു കർത്താവേ. അപ്പൊ കർത്താവ് പറഞ്ഞു, വേണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാ തരാഞ്ഞേ. നീ ചോദിച്ചു വാങ്ങിച്ചല്ലേ, അനുഭവിക്കാൻ കൊണ്ട്. നമ്മുടെ ഭാഗത്ത് വരുന്ന അപകടമാണ്.
ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കല്ലേ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുക. ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമാണെങ്കിൽ ആഫ്റ്റർ 10 years when you look back, നമ്മൾ വണ്ടടിക്കും, എൻ്റെ ദൈവമേ ഇത്രമാത്രം വലിയതാണോ എന്നെ കുറിച്ച് കരുതിയത്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം നിങ്ങളോട് പറയും. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്ക് ഡോക്ടറാണ്. അതിന് വലിയ സ്വപ്നമാണ്. ഡോക്ടറാണ്. എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്നതാണ് ഡോക്ടർ. ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം, യേശുവിനെ കർത്താവായി സ്വീകരിച്ചതിന് ശേഷം still I continued that right. ഞാനൊരു യങ്സ്റ്റേഴ്സിന് വേണ്ടി ഒരു റിട്രീറ്റിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, I know that some people who are sitting here praying like this, but I want to be a doctor, engineer, nurse, teacher, bank officer, just like that. I mean, if you have accepted Jesus Christ as the Lord and Savior, what right you have to pray like that? ഞാൻ എൻ്റെ മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരുന്നു. കാരണം he is my Lord, he is my friend and he is everything, so I have every right to ask him. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പൊ ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ പറയാം, I know that some people are saying like this. ഞാൻ പറഞ്ഞ പോലെ പറയുന്നവരുണ്ടെന്ന്. അദ്ദേഹം he also might have gone through that experience. That may be the reason why he was saying. ഇങ്ങനെ പറയുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, if you have accepted Jesus Christ as the Lord, you have no right to pray like that. Your prayer must be like this. Lord, thy servant is here. Tell me what I have to do. Lord, tell me what I have to do. Your servant is here. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇറ്റ് ഈസ് മോർ റീസണബിൾ. അതല്ലേ ശരി? ഞാൻ അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. എൻ്റെ പ്രാർത്ഥന മാറ്റി. പ്രാർത്ഥന ഇങ്ങനെയാക്കി, കർത്താവ് എനിക്കൊരു ഡോക്ടറാണെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുള്ളത് ശരിയാണ്, സാരല്ല. നീ എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? നീ എന്നോട് തൂക്കുകാരനാകാൻ പറഞ്ഞാലും സന്തോഷം, ഞാൻ ഏറ്റെടുത്തു. പക്ഷെ നീ പറയണം, നിന്റെ ഇഷ്ടമാണെന്ന് എനിക്ക് വ്യക്തമാക്കി. അത്രേ ഉള്ളൂ. അന്ന് മുതൽ പ്രാർത്ഥന അങ്ങനെയാക്കി. പ്രിയ സ്നേഹിതരെ, അതുകൊണ്ടായിരിക്കണം ഈ വേദോത്സവം പിടിച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഈ വചനശുശ്രൂഷ നിർവഹിക്കാൻ കൊണ്ടിടയായിട്ട്. കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിച്ച് വേറൊന്നായിരുന്നു. എൻ്റെ സ്വപ്നം ഒരു വശത്ത്, ആ സ്വപ്നം അത്ര പ്രസക്തമേ അല്ല, അത് അപ്രസക്തമാണ്. സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിലും ആ സ്വപ്നം ദൈവത്തെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതാകരുത്. ദൈവഹിതത്തിന് നമ്മളെ പൂർണ്ണമായി കർത്താവ് പറഞ്ഞു, I will guide you. അതാ കർത്താവ് പറഞ്ഞേ. വാസപ്പനോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നേ? എൻ്റെ ഇഷ്ടമാണ് നിന്റെ ഇഷ്ടം. നീ കഷ്ടത അനുഭവിക്കുന്നതാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ എന്തേ നീ പിറുപിറുത്തോണ്ടിരിക്കുന്നേ? നീ എന്തിനാ പിറുപിറുക്കുന്നത്? നിനക്ക് രോഗം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമാണെങ്കിൽ, നിനക്ക് പ്രഷർ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, നീ എന്തിനാ സ്തോത്രം കർത്താവേ എന്ന് പറയുവാൻ എന്തേ നിനക്ക് സാധിക്കാത്തത്? I will guide you. ഞാനല്ലേ ആ സമയത്തും എൻ്റെ പ്രസൻസ് നിന്നോട് കൂടെ ഉണ്ട്. ആ സമയത്തും നീ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. ഇനി എന്തിനാ നീ കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ ചോദ്യം അതാണ്. അല്ല, ഇപ്പോൾ നമുക്ക് പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് കർത്താവേ കോവിഡ് പിടിക്കല്ലേ, അടുത്തോട്ട് വരില്ലേ എന്ന് പ്രാർത്ഥിക്കും. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതാണ് കർത്താവിന്റെ ആഗ്രഹമെങ്കിൽ, കർത്താവേ അപ്പോഴും കർത്താവിന്റെ കരങ്ങളിൽ ഞാനാണ്, അപ്പോഴും ഈ കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ എന്താണ് പ്രയാസം? ഇതാണ് നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്താൻ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് തീരുമ്പോഴാണ് നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുക. ഏത് ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മള് തല ഉയർത്തിപ്പിടിച്ച് ശാന്തമായിരിക്കാൻ സാധിക്കുന്നപ്പോഴാണ്. നമ്മൾ പൗലോസപ്പോസ്തലനെ കണ്ടിട്ടില്ലേ? പൗലോസപ്പോസ്തലൻ ചാവാൻ നേരത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? സന്തോഷിപ്പിച്ച് ചാവാൻ കിടക്കുക, ജയിലില്ലെന്ന് ഓർത്തോണം. പ്രതികള് അവർ വിചാരിച്ചോണ്ട് ഇത് വട്ടുപിടിച്ച് കാണും. കാരണം അപ്പോഴും അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ വട്ടുപിടിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. ആളുകൾ അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ ടെൻഷൻ കൂടുമ്പോഴാണ്. അപ്പം കർത്താവ് പൗലോസപ്പോസ്തലൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ നോർമൽ റെസ്പോൺസ് ഓഫ് എ ക്രിസ്ത്യൻ. കഷ്ടതയിലും പാടുവാൻ സാധിക്കുക. അപ്പം ലോകം മുഴുവനും കോവിഡ് പിടിച്ചിരിക്കുമ്പോഴും ഒരുപക്ഷെ നാം തന്നെ രോഗികളായി തീർന്നാൽ പോലും പാടാൻ സാധിക്കണം, സ്തോത്രം എന്ന് പറയാനായിട്ട് സാധിക്കണം.
കർത്താവ് പറഞ്ഞു, ഐ വിൽ ഗൈഡ് യു. ഗൈഡ് എന്ന് മാത്രമല്ല, നിന്റെ ഇഷ്ടമല്ലല്ലോ, എന്റെ ഇഷ്ടമാണ്. അവിടെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്, അവിടെയും നീ എന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്, ഞാൻ നിന്നെ കരത്തിന് പിടിച്ചിരിക്കുന്നു, പേടിക്കേണ്ടടാ കുഞ്ഞെന്നാ പറഞ്ഞു. ഇത് അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അടുത്തതാണ് അതിന്റെ രസം. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുക. അഷുറൻസ് ഓഫ് ഇറ്റേണിറ്റി. ഈ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അത്ര പ്രാധാന്യം കൽപ്പിക്കാത്തതാണ്. എല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത. എല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നില്ല, അതിനുശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുകയാണ്. ആർക്ക്? ആസാഫിനോട്. നീ നിന്റെ ജീവിതം പൂർണ്ണമായി എനിക്കായി സമർപ്പിക്കപ്പെട്ടു. നീ വായി തുറക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മാത്രം പറഞ്ഞിരുന്നിട്ടും, കൈകൾ നിർമ്മലതയിൽ കഴുകിയിട്ടും, ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ചിട്ടും, എന്റെ പ്രിയ മകനെ, നീ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുവല്ലോ. ഈ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇങ്ങനെ ഞാൻ കഷ്ടത അനുഭവിക്കുന്നു, രോഗിയായി തീർന്നിരിക്കുന്നു, എന്നാൽ നിന്നെ തള്ളിപ്പറയുന്നവൻ തടി ചുരുണ്ടിരിക്കുന്നു, രോഗമില്ല, സാമ്പത്തികമായി സുഖമനുഭവിക്കുന്നു, എല്ലാ വിധത്തിലും അവന് സുഖമാണ്, തള്ളിക്കയറുന്നവനല്ല, 4 പൈസ പള്ളിക്ക് കൊടുക്കുന്നുമില്ല, എന്നാലും അവൻ തടിച്ചുരുണ്ടിരിക്കുന്നു, അവന്റെ മക്കളൊക്കെ പഠിച്ച് ഉന്നതനായി തീർന്നിരിക്കുന്നു. ഈ ചോദ്യമാണല്ലോ ചോദിച്ചത്. കർത്താവ് പറഞ്ഞു, ഈ ലോകം മാത്രമാണോ നിന്റെ ജീവിതം? അല്ല കുഞ്ഞെ, അപ്പുറം ഒന്നുണ്ടെന്നുള്ളത് നീ ചിന്തിക്കാത്ത എന്താണ്? ആ അഷ്വർ യു ഇറ്റേണിറ്റി, ഞാൻ നിത്യത നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അത്ര ഉറപ്പില്ലാത്തവരാണ്, അതിന് അത്ര വേണ്ട പ്രാധാന്യം നൽകുന്നവരുമല്ല. കർത്താവ് പറഞ്ഞു, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പുള്ളവരായിട്ടായിരിക്കണം, അത് നിനക്ക് തരാം, തന്നിരിക്കുന്നു. അല്ലേ? ഒരു നടന്ന സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇംഗ്ലണ്ടിലെ നടന്നൊരു സംഭവമാണ്. ഇംഗ്ലണ്ടിലെ ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടും മിഷണറിമാരെ അയച്ച ഒരു നാടാണ് നമുക്കറിയാത്ത സഭ. അത്ര ചടുലമാണ്. മിഷണറി ചർച്ചായിരുന്നു. LMS മിഷൻ തുടങ്ങിയ എത്രയോ, ലണ്ടൻ തുടങ്ങിയ ഒരുപാട് മിഷൻ പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും മിഷണറിമാരെ അയച്ചിട്ടുള്ളതാണ്. എത്രയോ പേരുകേട്ട മിഷണറിമാർ ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. ഇന്നത്തെ സ്ഥിതി പരിതാപകരമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു മിഷണറി, അദ്ദേഹം ആഫ്രിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ പ്രയാസമേറിയ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയാണ്. അവിടെ ആഫ്രിക്കൻ കാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, രോഗം വന്നിട്ട്. മക്കളും മരിച്ചു. അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു, ശാരീരിക അസ്വസ്ഥ. അദ്ദേഹം പ്രായമായി റിട്ടയർ ചെയ്തിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒന്നും സമ്പാദിച്ചിട്ടുള്ളവരല്ലോ. അവർ ശിഷ്ടായുസ് മിഷണറി സൊസൈറ്റി നോക്കിക്കോളും. അവർക്ക് താമസിക്കാൻ ഭവനം, അവർക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ മിഷണറി സൊസൈറ്റിയാണ് ചെയ്തു കൊടുക്കുന്നത്. അവരൊരുപാട് ക്വാർട്ടേഴ്സുകൾ പണിതിട്ടിട്ടുണ്ട്, അതിനകത്ത് ഇവർ വന്ന് താമസിക്കുന്നു. അവരുടെ എല്ലാ കാര്യവും മിഷണറി സൊസൈറ്റി നോക്കും. അപ്പൊ ഇദ്ദേഹം മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഇദ്ദേഹം കപ്പലിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, അദ്ദേഹത്തിന് ഭയങ്കര റിസപ്ഷൻ ഉണ്ടാവുകയായിരിക്കും. കാരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട പേരുകേട്ട മിഷണറിയാണ്, അനേകായിരങ്ങളെ യേശു കർത്താവിലേക്ക് നേടിയെടുത്ത മനുഷ്യനാണ്. അദ്ദേഹം മടങ്ങി വരുമ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം മനസ്സിൽ കണ്ടിട്ടാണ്. അപ്പം പോർട്ടിലേക്ക് അടുത്തു കപ്പലെ. അദ്ദേഹം ഡോക്കിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കിയപ്പോ താഴെ വലിയ കൂട്ടം ആളുകൾ കൊടിയും തോരണവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിനുള്ള റിസപ്ഷനാണ്. അദ്ദേഹം താഴോട്ട് ഇറങ്ങി വന്നപ്പോ അപ്പോഴാണ് മനസ്സിലായി, ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ കപ്പലിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള കൂട്ടമാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആൾക്കാർ. എന്നാൽ ഈ മിഷണറിയെ സ്വീകരിക്കാൻ ഒരു കുട്ടി പോലും വന്നിട്ടില്ല, ഒറ്റ മനുഷ്യൻ പോലും. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അദ്ദേഹത്തിന്റെ ബെഡിങ്ങും ഉണ്ടായിരുന്ന ഒരു പെട്ടി എടുത്തിട്ട് ഒരു ടാക്സി പിടിച്ച് അദ്ദേഹത്തിന്റെ കോർട്ട് മിഷണറി NMS മിഷന്റെ അവിടേക്ക് പോവാണ്. CMS മിഷണറി
ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. പോണ വഴിയില് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്നാലും കർത്താവ് ഇത് വലിയ സങ്കടമായിപ്പോയി. എൻ്റെ ജീവിതം മുഴുവനും നിനക്കായി സമർപ്പിച്ചതല്ലേ, എനിക്ക് എന്തെല്ലാം നഷ്ടമാണ്. എൻ്റെ ഭാര്യ മരിച്ചുപോയില്ലേ, രോഗം വന്നിട്ട് നല്ല ചികിത്സ പോലും കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ മരിച്ചതല്ലേ, എൻ്റെ മക്കള് മരിച്ചില്ലേ, എൻ്റെ ആരോഗ്യമൊന്നും നഷ്ടപ്പെട്ടില്ലേ. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഒരു കൊച്ചു കുഞ്ഞു പോലും ഉണ്ടായില്ലല്ലോ. അപ്പൊ കർത്താവ് അവനോട് പറഞ്ഞു, മൈ സൺ യു ആർ നോട്ട് അറ്റ് ഹോം, മൈ സൺ യു ആർ നോട്ട് അറ്റ് ഹോം. നീ വീട്ടിൽ വന്നില്ലല്ലോടാ മോനെ, നീ അങ്ങോട്ട് വരുമ്പോൾ കാണാൻ നിനക്കുള്ള റിസപ്ഷൻ. യു ആർ നോട്ട് അറ്റ് ഹോം. സ്നേഹിതരെ, പലപ്പോഴും ഇങ്ങനെയുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടും. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ നിനക്കായി സമർപ്പിച്ചിട്ട് എനിക്ക് വന്ന ഗതികേട് ഇതാണോ? ജീവിതം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല, ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നേ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ദർശനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ആസഫ് ആത്മാർത്ഥമായി ചോദിച്ച ചോദ്യമാണ് അല്ലേ? എന്ത് ചോദ്യങ്ങളെന്നൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ജീവിതം മുഴുവൻ നിനക്കായി സമർപ്പിച്ചു, വായ് തുറന്നാൽ ഹല്ലേലൂയ സ്തോത്രം മാത്രം പറഞ്ഞു, കൈകൾ നിർമ്മലതയിൽ കഴിയും, ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ചു. കർത്താവേ, മനുഷ്യന്റെ മുമ്പില് ഞാൻ നിഷ്കളങ്കനാണ്, ഒരു കുറ്റവും നിന്റെ സന്നിധിയിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, നിനക്കായി ഞാൻ ജീവിച്ചതല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ? കർത്താവിനോട് കൊടുക്കുന്നത് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തില്ലെന്ന് മാത്രമല്ല, he is giving him some assurances. As I said, he gave him some divine assurances. ഒന്നാമത്തെ assurance of divine presence. My presence will be with you always. And the assurance of divine protection. നിന്റെ വലം കരുത്ത് ഞാൻ പിടിച്ചിരിക്കുന്നു. മൂന്ന്, I will guide you. The assurance of divine guidance. നാല്, assurance of eternity. വേറെന്താ നമുക്ക് ആവശ്യം? വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നാം പലപ്പോഴും പരിതപിക്കാറുണ്ട്, വേദനിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്, പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്തേ ഇങ്ങനെ? എന്താ കർത്താവേ, എന്താണ് ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? കർത്താവിന് മറുപടി നിൽക്കുന്നതാണ്, കുഞ്ഞെ, നീ എന്തിനാണ് പരിതപിക്കുന്നത്? നീ എന്തിനാണ് ദുർകുറുക്കുന്നത്? എൻ്റെ സാന്നിധ്യം എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടടാ മകളെ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. നീ എൻ്റെ കരങ്ങളിലാണ്. ഞാൻ എപ്പോഴും നീ ക്രോസ് റോഡ്സിലായിരിക്കുമ്പോൾ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പുറമായി നിത്യതയിലേക്ക് ഞാൻ നിന്നെ കരുതിയിട്ടുണ്ട്. ഞാൻ വാക്കുകൾ സംഹരിക്കട്ടെ. God is promising us divine assurance of divine presence, assurance of divine protection, assurance of divine guidance, and assurance of eternity. ഇത് നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കട്ടെ. ഏത് പ്രതികൂലങ്ങളെയും തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അഭിമുഖീകരിപ്പാനും ഏത് ക്രൈസിസിനെയും അതിജീവിപ്പാനും തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിപ്പാൻ ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. തമ്പുരാൻ നമ്മേവരെയും ആശീർവദിക്കട്ടെ.